വണ്ടിയുടെ ചെയിൻ സോക്കറ്റ് അങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചേട്ടാ. വേറൊന്നുമല്ല, 20,000 കിലോമീറ്ററിൽ സർവീസ് സെൻറ്റർ പറഞ്ഞാണ്. പക്ഷേ നമ്മളത് നീട്ടിക്കൊണ്ട് പോയി ഇതേ ഇപ്പോൾ 25,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 25,000 കിലോമീറ്ററിൽ വേറെ കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഷിജിൻ്റെ വർക്ക്ഷോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കൊരു വണ്ടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻജിൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങിന് കൊടുക്കാം നമ്മളല്ലേ, റീസ്റ്റോറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അത് തുടങ്ങിയല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റെയർ സ്പ്രോക്കറ്റ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. 1 കിലോയ്ക്ക് അകത്ത് വെയിറ്റ് ഉണ്ടെന്ന് അല്ലേ? അതാണ് ഓക്കെ, നമ്മുടെ റോക്കറ്റ് സെറ്റ് പൊട്ടിക്കുവാണേ. എന്തൊക്കെ ഉണ്ടോ നോക്കാം. ഇത് ഫ്രണ്ട് അല്ലേ? പുതിയ മോഡൽ വരുന്നത് ലോക്കും നട്ടും കൂടിയാണ് പറയുന്നത്. ഓക്കെ, അത് സെപ്പറേറ്റ് മേടിക്കണം. പിന്നെ ബാക്കൽ സ്പ്രോക്കറ്റ് നോർമലി ചെയ്യും. അത് ചെയ്യുന്നല്ലേ? ശരി. അപ്പം നമ്മുടെ ഷോപ്പ് പലരും ചോദിക്കാറുണ്ട് എവിടെയാണെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞെടുക്കാവോ? ഇത് കടയ്ക്കാവൂരെന്ന് പറയും. ട്രിവാൻഡ്രം ജില്ലയിലാണ്. ആറ്റിങ്ങിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ പറയും. പ്രോപ്പർ കടയ്ക്കാവൂര്. വർക്കല അതിനൊക്കടുത്താണ്. അതേപോലെ ഫോൺ നമ്പർ കൂടെ ഒന്ന് പറയാമോ? ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന എനിക്ക് ഒരു നമ്പരേ ഉള്ളൂ. എന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു, ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. ഓക്കെ, അല്ല ചില ആൾക്കാർ കമന്റ് കണ്ടായിരുന്നു വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. അത് ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ ഞാൻ വേറെ കോൾ ചെയ്തിട്ടുണ്ട്. അതാണ് കാര്യം. അത് നാട്ടിലെ നമ്പറെല്ലാം തിരിച്ച് വിളിച്ചിട്ടുണ്ട്. പക്ഷെ പുറത്തുനിന്നുള്ള നമ്പറിൽ കോൾ വന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ആരെയും കോൾ എടുക്കാൻ ഒന്ന് നമ്പർ ഒന്ന് നമ്പർ. എൻ്റെ നമ്പർ 8592949632. ഇൻസ്റ്റ ഐ ഡി ഒന്ന് പറഞ്ഞു. എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഷിജിൻ എസ് നായർ എന്നാണ്. ഷിജിൻ നായർ. പിന്നെ വർക്ക്ഷോപ്പിന്റെ അതായത് നിങ്ങളെ മെസ്സേജ് ചെയ്തിരുന്നു. അല്ല, വർക്ക്ഷോപ്പിന് പേജ് ഉണ്ടോ? അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ഇല്ല. അപ്പോൾ പിന്നെ ഈ ഒരു അക്കൗണ്ടിൽ ഒരു കാര്യം ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു ഐ ഡിയിൽ ചോദിച്ചു കഴിഞ്ഞാലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ അതെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിച്ചത് മലപ്പുറം സൈഡ്. പിന്നെ കോട്ടയം. ഇതെന്ത് പാർട്ടാണ് ആക്ച്വലി നമ്മുടെ? ഇത് എൻ്റെ ഹബ്ബിൽ വരുന്നത്. ഹബ്ബ്. ഓക്കെ. ഹബ്ബെന്ന് പറയുന്നത് ശരിക്കും ഹബ്ബെന്ന് പറഞ്ഞാൽ അതിനകത്താണ്. അതിൻ്റെ ഒരു പാർട്ട് അല്ലേ? ഹബ്ബിൻ്റെ പാർട്ട്. ചില ഓരോരുത്തരും ഓരോ പേര് പറയും. അതിനെ പ്ലഞ്ചർ എന്നാണ് പറയുന്നത്. പ്ലഞ്ചർ. പണ്ട് പോലെ സ്പാനർ ഇട്ട് പണിതുകൊണ്ട്. അതെ, ഓർമ്മിക്കുന്നു. ഈ ഗണ്ണ് വന്നോണ്ടല്ലേ എളുപ്പമുണ്ട്, കുറച്ച് ഈസിയാണ്. പിന്നെ ഇതിപ്പോൾ ഈ ഇവിടുത്തെ ഫ്രണ്ട് സ്പ്രോക്കറ്റിനുള്ള കവർ ഉണ്ടല്ലോ, ഇതിൻ്റെ ആക്ച്വലി സൈസ് എത്രയാണിത്? ഇതിൽ വരുന്നത് 5-ന്റെ അല്ലെങ്കിലാണ്. 5-ന്റെ അല്ലെങ്കിൽ അല്ലേ? കാരണം പൊതുവെ ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാവരും സ്വന്തമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ സൈസ് എത്രയാണ്? പല വീഡിയോസിലും ഞാൻ ഓക്കെ, വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം അല്ലേ? ടൈറ്റ് ആയിരിക്കും. ചിലർക്ക് ഈ ചെയിനൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. നല്ല അഴുകുണ്ട്. ഇതിന് പല്ലൊന്നും ഇല്ല കേട്ടോ. ഇതാണ് ഞാൻ പോലെ ആയിപ്പോയി.
ഇതാണ് ഞാൻ ഇത്രയും നാൾ വിലയിട്ട് ഓടിച്ചത്. നമുക്ക് അത് പുതിയതും പഴയതും കൂടെ ഡിഫറൻസ് കാണിച്ചു കൊടുക്കാം. അതെ, അത്രേ ഉള്ളൂ. ആ ചെറിയ അഴുക്കളൊക്കെ ഒരു കവർ എടുത്ത് വെച്ചിട്ടേ മൈനസിങ് എടുത്തോണ്ട്. നല്ല അഴുക്കുണ്ടല്ലേ ഇതായിട്ടല്ലേ? ആ, ഇത് നമ്മൾ ചെയിനിലൊക്കെ കയറുന്ന മണ്ണാണ്. നമ്മൾ ഓട്ടത്തിൽ ഡെപ്പോസിറ്റ് എല്ലാ വണ്ടിയിലും ഇങ്ങനെയാണ്. എനിക്കൊന്ന് അതൊക്കെയാണല്ലേ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ഇളക്കി ക്ലീൻ ചെയ്യണം. ഇതിന് സൗണ്ടൊക്കെ ഒരു കര. അതെ, സൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇവിടെ സർവീസ് സെന്റർ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഞാൻ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇളക്കി വൃത്തിയാക്കണമെന്ന് പറഞ്ഞാണ് കേട്ടോ. ചിലപ്പോൾ ആക്കി കാണും, വീണ്ടും കയറുന്നതാണ്. വീണ്ടും കയറും. ഇപ്പൊ നമ്മൾ ചെയ്താലും ഈ ചെയിനിൽ അടിക്കുന്ന അഴുക്കും പൊടിയെല്ലാം നേരെ വന്ന് ഇതിനകത്താണ് അറിയാം. ഓക്കെ ഓക്കെ. ഇതിപ്പോ കുറവാണ്, ഇതിനേക്കാളുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഈ ചെയിൻ പൊതുവെ എല്ലാവരും പറയാറുണ്ട് ചെയിനിനേക്കാളും ബെൽറ്റ് ആണ് നല്ലത് എന്നുള്ളൊരു കിംപാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഷിനു പറയാനുള്ളത്? ഇല്ല, നമ്മളിതുവരെ ബെൽറ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ല. വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്കൊന്ന് 18,000 രൂപ എന്തോ ആവത്തില്ലേ? 18-16 രൂപയൊക്കെ ആവും. അത് കുറെ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ. 1,00,000 കിലോമീറ്റർ ആണ് കമ്പനി ഗ്യാരണ്ടി പറയണത്. 1,00,000 കിട്ടും. 1,00,000 കിലോമീറ്റർ പറയുന്നത്. ഓക്കെ. 18 രൂപ 16 രൂപയ്ക്ക് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ്. കാരണം വെച്ചാൽ 25,000 കിലോമീറ്റർ ഞാൻ ഓടിക്കുന്നെങ്കിൽ എനിക്ക് 2,000 വെച്ചിട്ട് എത്ര ആവുന്നത്? അല്ലെങ്കിൽ ലേബർ ചാർജ് അടക്കം 3,000 ആകുന്നെങ്കിൽ പോലും ആവൂല. അതാണ്. പിന്നെ ഇത് പഞ്ചറായ ടയറുടെ കാര്യം ഇളക്കോ, ഇനി പവർ ഡ്രോപ്പ് ഉണ്ടാവോ ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്, ഇതേ ചെയ്യുന്ന പോലെ തന്നെ. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അതിനെ പറ്റി അറിഞ്ഞുകൂടും. അതാണ് അല്ലേ. മാക്സിമം എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ട്. മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിലില്ല, കക്കി പോകാറുന്നത് ഭാഗ്യം. ചെയ്യും കക്കും സൈക്കിൾ കക്കുന്ന. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നർ സ്പ്രോക്കറ്റ് ഇതേ ഊരിയിട്ടുണ്ട്. പഴയ ഇന്നർ സ്പ്രോക്കറ്റും ഇതേ പുതിയതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഞാൻ ഓടിച്ചങ്ങ് മുതലാക്കിയെന്നുള്ളതാണ്. എന്തായാലും നല്ല രീതിക്ക് പോയല്ലേ? പല്ലില്ല എന്താ അല്ലേ അവസ്ഥ. ഓക്കെ, അപ്പോൾ ശരി. ഒരു കാര്യം കൂടെ, നമ്മുടെ യൂട്യൂബിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു സുഹൃത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളാ മോഡിഫൈ ചെയ്ത വണ്ടിയിൽ ഒരു ബെൻ പൈപ്പിൽ തുണി ചുറ്റിയ കാര്യം. അങ്ങനെ തുണി ചുറ്റിക്കൂടാ, എന്തോ പ്രശ്നം വരുമെന്നാ പറയണത്. ദ്രവിച്ചു പോകുമെന്നാ പറയണത്. അതുള്ളതാണോ? അതുള്ളതാണ്. അത് ആ വണ്ടിയിൽ മാറ്റാതിരുന്ന കാര്യം, ആ വണ്ടി എടുത്തപ്പോഴേ അത് അവർ സെക്കൻഡ്സ് മേടിച്ചിട്ട് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. വണ്ടി എടുത്തപ്പോഴേ അതിൽ ക്ലോത്ത് ചുറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓൾറെഡി തുരുമ്പിച്ചിരിക്കുകയാണ്. ഫ്ലാറ്റ് ചെയ്യാൻ കൊടുത്താൽ പൊത്തു. പുതിയ വിൻഡോ പൈപ്പിന് 6,500 രൂപ വിലയുണ്ട്. പൈസ കളയാൻ വയ്യാത്തതുകൊണ്ട് അത് അങ്ങനെ അതേപോലെ വെച്ചതാണല്ലേ, അല്ലാണ്ട് അല്ലാതെ എനിക്ക് കണ്ടാത്തോണ്ടല്ലേ. അല്ല, ചിലർക്ക് ഈ സംശയങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതെ. അതായത് നമ്മളെ എക്സ്പേർട്സ് അതിൽ ഹോള് വീണിട്ടില്ല. പിന്നെ അത് 6,500 കൊടുത്ത് വിൻഡോ മാറ്റാനുള്ള ബഡ്ജറ്റ് അതിന്റെ ആവശ്യമില്ല. ഫ്ലാറ്റ് ചെയ്താൽ പൊത്തും പോകും. അപ്പൊ പിന്നെ ഹോള് വീഴുന്നവരെ അങ്ങനെ ഇരുന്ന് ഓട്ടം എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അതാണ്. നമ്മൾ മുമ്പത്തെ മോഡൽ യൂസ് ചെയ്യുന്ന വണ്ടിക്ക് ഓൾഡ് മോഡൽ ബുള്ളറ്റിന് വരുമ്പോഴത്തേക്ക് സ്പ്രോക്കറ്റ് മാത്രമേ വരുള്ളായിരുന്നു. ഈ നട്ട് ലോക്ക് വരത്തില്ലായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് മേടിക്കണമായിരുന്നു. ഇപ്പൊ എന്തായാലും ഒരു ഉപകാരമായി. നോട്ടിലൊക്കെ നട്ടും ലോക്കും അതിന്റെ കൂടെ തന്നെ വരുന്നത്. എത്രയാണ് റേറ്റ്? എങ്ങനെയാണ് ഇതിന്റെ വില? റോക്കറ്റ് ഒറിജിനൽ വരുമ്പോഴത്തേക്ക് 2,000 രൂപ. അല്ല, ഞാൻ പറഞ്ഞത് ഈ നട്ടിന് മറ്റേ സെപ്പറേറ്റ് വരുമ്പോഴത്തേക്ക് 95 രൂപയും ഇത് 90 രൂപ അങ്ങനെ എന്തായിരുന്നു. 150 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണമായിരുന്നു. 200 അടുപ്പിച്ച് വരും. ചെയിൻ ലോക്ക് അല്ലേ? ചെയിൻ ലോക്ക്. പുതിയ മോഡൽ പഞ്ചിങ് ടൈപ്പാണ് ലോക്കാണ് വരുന്നത്. വേറെ ഒന്നുമില്ല. ഇതിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക, പഞ്ച് ചെയ്ത് കൊടുക്കുക. റിവറ്റ് അടിക്കുന്നതാണൊക്കെ, അതാണ് പരിപാടി. ഇവിടെ ഈ ബ്രേക്ക് പാഡ് ആക്ച്വലി ലൈഫ് ഇല്ല അല്ലേ? ബാക്കിലത്തെ ബാഗ് തീരും. പെട്ടെന്ന് ABS കൂടെ ആണെങ്കിൽ പിന്നെ
ABS ആണ്, ഇത് ഡ്യുവൽ ചാനൽ ABS ആണ് ഇത്. നമ്മൾ മെയിനായിട്ട് എപ്പോഴും ബാക്ക് ബ്രേക്കിൽ യൂസ് ചെയ്യുന്നത്. അതെ, അത് ശരിയാ. പക്ഷേ നമ്മളെ നോർമൽ ബ്രേക്കിൻ്റെ അത്ര ലൈഫ് പേടിന് കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ ഏതുവരെയായി വർക്ക്? നമ്മൾ ഫ്രണ്ടും ബാക്കും സ്പ്രോക്കറ്റും മാറ്റി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, വീല് വിട്ടു. ഇനി നമുക്ക് ചെയിൻ കയറ്റി ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, കഴിഞ്ഞു. ചെറിയൊരു സംശയം നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് വന്നതാണ്, ഈ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി RCയിൽ അപ്ഡേറ്റ് ചെയ്യണോ? കളർ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണം. കളർ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസ് വണ്ടി ചെക്കിങ് സമയത്ത് പിടിക്കാം ചാൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് കിട്ടിയാൽ ക്ലെയിം ചിലപ്പോൾ കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഒന്നാമതേ ക്ലെയിം എങ്ങനെ തരാതിരിക്കാമെന്നാണ് അവർ നോക്കുന്നത്. പിന്നെ കളർ കണ്ടില്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും തരത്തില്ല. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെയാണ് ചിലവ് വരുന്നത്? ഒരു 500 രൂപയുടെ അകത്തെങ്ങോണ്ടോ അത്രേ ഉള്ളൂ. ഏജന്റ് ഉണ്ടല്ലേ ഇതിന്? ഏജന്റ് ഉണ്ട്, നമ്മൾ നാട്ടിൽ വിളിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കളർ ചേഞ്ചിന്റെ അപേക്ഷ കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മൾ തന്നെ ഡയറക്റ്റ് ഇപ്പോൾ അറ്റ കണ്ടിട്ട് എൻ്റെ വണ്ടി ഇതേപോലെയാണ്, കളർ മാറ്റണമെന്ന് പറഞ്ഞാൽ അവരതിനുള്ള പ്രൊസീജിയർ പറഞ്ഞു തരും. പേപ്പർ, വെള്ള പേപ്പർ എഴുതേണ്ടി വരും. എഴുതി ഡീറ്റെയിൽ ചെയ്ത് വണ്ടിയുടെ ഇൻഷുറൻസ്, പൊല്യൂഷൻ, RC എല്ലാം വെച്ചിട്ട് ഒരു അപേക്ഷ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അവർ വന്ന് വണ്ടി നോക്കും, ഡാറ്റ് പറയും, അതുകൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് മാറ്റി തരും. അല്ല സ്റ്റിക്കർ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പെയിൻറ്റ് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. കളർ ചേഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ RCയിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. രണ്ടുപേരിലാണ്ട് ആക്ച്വലി പണി നടക്കത്തില്ലല്ലേ? ചെയിനൊക്കെ ഒരാളോടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. വണ്ടി ചരിച്ച് പിടിക്കാനും അതിന്, അല്ലെങ്കിൽ റാമ്പ് വേണം. റാമ്പ് വെച്ചാൽ നമുക്കുള്ള സ്ഥലം കുറയും. അതെ, ഇത് ആദ്യം ഇല്ലായിരുന്നു റാമ്പ്? ഇല്ലായിരുന്നല്ലേ? ഞാൻ ഒത്തുകൂടെ ഷെഡ് വലുതാക്കിയാലോ ഇങ്ങനെ പ്ലാൻ ഉണ്ട്, ചെയ്യും. അങ്ങനെയാണ് ഈ റാമ്പൊക്കെ ഇറക്കി. അതെ, ഒരു 30-40 ദിവസം എന്തായാലും എടുക്കും. നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പ്ലാറ്റിങ്ങിൻ്റെ ഒരു ഡിലേ വരും. നമുക്ക് മാക്സിമം നോക്കാമെന്നേ പറയാൻ പറ്റും. എന്നാലും നോർമലി നമ്മൾ 1 മാസം 1.5 മാസത്തിനകത്ത് വണ്ടി അതിൽ കൊടുക്കും. കാര്യം നമ്മളിപ്പോൾ ഇതുകൊണ്ട് കൊടുത്താലും പെയിൻറ്റർക്കും സ്റ്റഡ് പോയി. അപ്പോൾ നമ്മുടെ ചെയിൻ എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ആയല്ലോ അല്ലേ? അപ്പോൾ ഇനി ഇത് ഒരു 25,000 കിലോമീറ്ററോളം ഇരിക്കുമല്ലേ? 20,000 കിലോമീറ്ററൊക്കെ എന്തായാലും ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. അതെ, ഒരു എല്ലാ 500 കിലോമീറ്ററിൽ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യുന്ന നല്ലതല്ലേ? നല്ലതായിരിക്കും. ചെയിൻ നല്ല ലൈഫ് കിട്ടും. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർ ചെയിൻ ലൂസായാലും അത് ടൈറ്റ് ചെയ്തിട്ട് പോകും. അപ്പോഴാണ് മെയിനായിട്ട് വലിഞ്ഞു പോകുന്നത്. ഒരു ഒരട്ടിപ്പിടുത്തം വന്നിട്ട് ജസ്റ്റ് ഒന്നൊരു 1000 കിലോമീറ്റർ കാണുമ്പോൾ ചെക്ക് ചെയ്യാം. എല്ലാ വർഷോപ്പിൽ കാണിച്ചിട്ട് ചെയിൻ ലൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എങ്കിലും ടൈറ്റ് ചെയ്യും. ടൈറ്റ് ആണെങ്കിൽ പിന്നെ അവർ പറയും കുഴപ്പമില്ല, പിന്നെ ഓടോന്ന് പറയും. ചിലർ വെറുതെ ഇട്ടങ്ങ് സൗണ്ട് വരുന്നവരെ ഓടും. അപ്പോൾ ഇത് പെട്ടെന്ന് ഓവർലാപ്പ് കംപ്ലൈൻറ്റ്. ഇവിടെ ഒരു ക്ലാമ്പ് ആക്ച്വലി കുറച്ച് ആവശ്യമില്ലാതെ ഇരിപ്പുണ്ടായിരുന്നേ, അതായത് വൈസറിൻ്റെത്. ഇപ്പോൾ ഞാൻ എന്തായാലും ഇളക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഒരു നെയ്ക്കട്ട് ഭംഗി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് കഴിയട്ടെ, എന്തായാലും ഇതും കൂടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. എന്തായാലും വണ്ടി ഇപ്പോൾ സ്പ്രോക്കറ്റിന് എനിക്ക് തോന്നുന്നു ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് നമുക്ക് 1950 കിട്ടി. പിന്നെ നമ്മുടെ ഷിജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 600 അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ എനിക്കിപ്പോൾ ആയിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 2550 രൂപയാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ ഷിനെ? റീസ്റ്റോറേഷന് വിളിക്കില്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ബൈ എടുത്തേക്ക്. ഓക്കെ, ബൈ.